കലക്കി സൂപ്പർ ബോയ്, കലക്കി. അയ്യോ, അവന്റെ മാഗ്നറ്റിക് പവറിൽ നീ പെടാതെ നോക്കണം. ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത് അപ്പൂപ്പ? വേണ്ട മോളെ, ഇതൊരു അപകടം പിടിച്ച കളിയാ. ലേസർ ഉപയോഗിച്ച് അവൻ നിന്നെയും അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൂപ്പ, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. വീർ, ഐ ആം ജീനിയസ്, സൂപ്പർ ഡ്യൂപ്പർ ജീനിയസ്. നീ കണ്ടില്ലേ, നിനക്ക് ഈ ഗതി വരാൻ കാരണം ഞാനാണ്. ഇത് അപ്പൂപ്പ തന്നയച്ചതാ. ഇത് നിന്റെ തൊണ്ടയിലുള്ള പ്രശ്നം ശരിയാക്കും. Thank you, Emily. Robo Boy suit on. Robo Boy suit on. അപ്പൊ വീർ തന്നെയാണല്ലേ റോബോ ബോയ്? ഇവൻ നിങ്ങളുടെ ഫേസ് വെച്ച് അലഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാവരെയും ഇവൻ ശല്യപ്പെടുത്തുന്നുണ്ട്. ഇവനെ കണ്ടെത്തി നിങ്ങൾ അവന്റെ കഥ അങ്ങ് കഴിക്കുക. നമ്മൾ ഇവന്റെ കഥ അവസാനിപ്പിക്കും. നിങ്ങളുടെ കഴിവുകൾ കാണിക്കുക. അതോടുകൂടി അവൻ അവസാനിച്ചിരിക്കണം. അവൻ നിങ്ങളുടെ വേഷമിട്ട് ഇറങ്ങിയിരിക്കുകയാ. ഏത് വേഷത്തിലും അവൻ വരാം. ഈ എമ്മിന്റെ ലോഗോ ഒട്ടിച്ചാൽ നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാൻ പറ്റുമല്ലോ. വേഗം ചെല്ല്, ഫുർസത് ഗഞ്ചിലേക്ക് ചെന്ന് അവനെ കണ്ടെത്തി നശിപ്പിച്ചേക്ക്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? എന്റെ 7 രൂപങ്ങൾ ഒന്നിച്ചെങ്ങനെയാണ് വന്നത്? ഒറ്റയടിക്ക് 7 റോബോ ബോയോ? എന്നാ ഞാനിന്ന് എല്ലാവരുടെ കയ്യിൽ നിന്ന് മോട്ടോഗ്രാഫ് വാങ്ങിക്കും. ഇംഗ്ലീഷ് ചുൾബുൾ ഓടിക്കോ, ഇവരെന്നെ അറ്റാക്ക് ചെയ്യാനാ വന്നിരിക്കുന്നത്. Robo Boy suit on. Robo Boy suit on. ചൽബുൾ, നീ പോയി ചിണ്ടുനെ കണ്ടുപിടിക്ക്. ഞാൻ പോയി അപ്പൂപ്പനോട് കാര്യം പറഞ്ഞിട്ട് വരാം.
സർക്കാരിനെ കാറ്റിൽ പുറത്ത് അവൻ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കാൻ പറന്നെത്തും. മറ്റുള്ള ജിന്നിന്റെ പവേഴ്സ് തട്ടിപ്പറിച്ച് പിന്നെ അത് വെച്ച് കളിക്കുന്നത് അവർക്ക് ഇഷ്ടമാണ്. അപ്പൂപ്പനെ ഇവിടെയൊക്കെ പേടിച്ചുകൊണ്ട് എവിടെയൊക്കെയോ ചെന്ന് പതുങ്ങിയിരിക്കുകയാണ്. ശരിക്കും ഞാനും ഒളിച്ചിരിക്കാം. വീർ, ജിൻഡു എവിടെ? അവന് വേണ്ടി ഞാൻ 4 കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല അപ്പൂപ്പ. നിന്റെ കൂട്ടുകാരനല്ലേ അവൻ, എന്നിട്ടാണോ അറിയില്ല എന്ന് പറയുന്നേ? വേഗം അവനെ വിളിക്കിങ്ങോട്ട്. ചിണ്ടുവിനെ ഇത്ര സ്നേഹത്തോടെ ഇദ്ദേഹം എന്തിനാ വിളിക്കുന്നത്? എപ്പോഴും അപ്പൂപ്പൻ ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ചാണല്ലോ വിളിക്കുന്നത്. ഇതിലെന്തോ പ്രശ്നമുണ്ടല്ലോ. ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം. അപ്പൂപ്പ, നിങ്ങൾ എല്ലാ ആഹാരവും കൊണ്ട് ആ തീന്മേശ വെച്ചേക്ക്. ഞാൻ ഇപ്പൊ തന്നെ ചിണ്ടുവിനെ വിളിക്കാം. ഹലോ അപ്പൂപ്പ, നിങ്ങൾ എവിടെയാ? ഞാൻ മാർക്കറ്റിൽ പച്ചക്കറി വാങ്ങിക്കാൻ വന്നതാ. എന്താ മോനെ, എന്താ കാര്യം? ഒന്നുമില്ല അപ്പൂപ്പ, വെറുതെ ചോദിച്ചതാ. ഇമ്ലി, ഇപ്പൊ ഇങ്ങോട്ട് വന്നത് അപ്പൂപ്പനല്ല, ആ ജിന്നാണ്. എന്ത്? ചിണ്ടു, വേഗം വാ. ആ ലേഡി ജിൻ അപ്പൂപ്പന്റെ രൂപത്തിൽ വന്നിരിക്കുക. ഇല്ലില്ല, ഞാൻ ഈ സ്ഥലം വിട്ട് എങ്ങോട്ടും വരുന്നില്ല. വരാനാ പറഞ്ഞത്. വാ. ചിണ്ടു! നിക്കവിടെ. ചിണ്ടു, അകടം പകടം പറഞ്ഞ് വേഗം അങ്ങ് അപ്രത്യക്ഷമാക്. വേഗം ചെയ്യ്. ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോ ഒന്നും ഓർമ്മ വരുന്നില്ല. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. അകിടം പകിടം ആലം ഫാലം ദികിടം ദികിടം ദം ദമാദം. ചിണ്ടു, നമുക്കിനി എത്ര സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കാൻ പറ്റും? നീ നിന്റെ മാജിക് പവർ യൂസ് ചെയ്ത് അവളുമായിട്ട് ഏറ്റുമുട്ട്. തിങ്ക് പോസിറ്റീവ്. നീ ഒരു ധീരനാണെന്നുള്ള കാര്യം മറക്കരുത്. എന്നിട്ട് അവളെ എടുത്തിട്ട് പെരുമാറ്. ഞാൻ വീരനും ധീരനും അല്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ... അല്ല, നിങ്ങളൊക്കെ ഇവിടെ എന്തെടുക്കുവാ? എനിക്ക് തോന്നുന്നത് ഇതും ലേഡി ജിന്നാണെന്നാ. മിസ്റ്റർ ചഡ്ഡയുടെ രൂപത്തിൽ വന്നിരിക്കുന്നതാ. എടാ ചിന്റു, വേഗം ഇവിടെ നിന്ന് എസ്കേപ്പ് ആക്. ലേഡി ജിന്നിന്റെ അടുത്തേക്ക് വരികയാണ്. അക്കിടം പക്കിടം ആലം ഫാലം ഇക്കിടം ദികിടം ദം ദമാദം. ഇതെന്താ എനിക്ക് പെട്ടെന്ന് പറ്റിയത്? എനിക്ക് ഇതിനു മുമ്പ് ഇങ്ങനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. ബണ്ടിയടമ്മേ, എന്റെ പെണ്ണുമ്പിള്ളേ. അല്ല, അത് ശരിക്കും ചഡ്ഡാങ്കിള് തന്നെയാണ്. അദ്ദേഹത്തെ പഴയതുപോലെ ആക്ക്. ആ, എന്റെ ഡ്യൂപ്പ് ഇതാ വന്നോണ്ടിരിക്കാണ്. എടാ, നിന്റെ പേരെന്താ? പേരിലൊക്കെ എന്താ ഉള്ളത്? ജോലിയെ കുറിച്ച് സംസാരിക്കാം. നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാനൊരു ഷെഫാണ്. ഞാൻ ചെയ്യുന്നത് ഡോങ്കി പ്യാസ, ഡോങ്കി മുല, ഡോങ്കി സി, ഡോങ്കി ഹണി, ഡോങ്കി 65. നീ ഇവിടെ തന്നെ നിക്ക്. ഞാൻ പോയ ചിണ്ടുവിനെ വിളിച്ചോണ്ട് വരാം. അവൻ കാരണമല്ലേ നീ ഇങ്ങനെ ആയത്. ഇംലി, ചിണ്ടു എവിടെയുണ്ടെന്ന് കണ്ടെത്തിയോ? എവിടെ തേടിയിട്ട് അവനെ കാണാൻ പറ്റിയില്ല. റോബോബോയ്, റോബോബോയ്! ആ രാക്ഷസൻ എഴുന്നേറ്റ് വന്നോണ്ടിരിക്കുക. അവൻ കണ്ണി കണ്ടതെല്ലാം തല്ലി തകർക്കുക. എന്തെങ്കിലും ഒന്ന് ചെയ്യൂ റോബോബോയ്. ഇംലി, ചുൾബുൾ, നിങ്ങൾ എത്രയും വേഗം ചിണ്ടുവിനെ കണ്ടുപിടിക്ക്. ഞാൻ ആ വണ്ടിയെ നോക്കിയിട്ട് വരാം. ശരി, ഓക്കെ. വണ്ടി, നീ എന്ത് കാര്യമായി ചെയ്യുന്നത്? അങ്ങോട്ട് നോക്ക്, ട്രെയിൻ വന്നോണ്ടിരിക്കുകയാണ്. നീ എന്തിനാ റെയിൽവേ ട്രാക്ക് പൊട്ടിച്ചത്? ട്രെയിനിനെ ഞാൻ രക്ഷിക്കും. അതിനെനിക്ക് നിന്റെ അഡ്വൈസ് ഒന്നും ആവശ്യമില്ല. മാറിക്കുന്നു. ഇത് കണ്ടോ? ഞാനത് ട്രെയിനെ രക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നു.
ഓ അല്ല എമിലി, ചുൽബുൾ, നിങ്ങൾ ഇവിടെ എന്തെടുക്കാ? ഞാൻ എങ്ങനെ ഇങ്ങോട്ട് വന്നത്? അയ്യോ, വണ്ടി പതുക്കെ ആ ട്രെയിനിന് താഴെ ഇറക്കി വെച്ചേക്ക്. വളരെ പതുക്കെ വേണം വെക്കാൻ. എത്രയും പെട്ടെന്ന് നീ ബണ്ടി ചെറുതാക്കി മാറ്റ്. അവനെ ജൈന്റ് ആക്കി മാറ്റിയിരിക്കുക. അത് ശരിയാണല്ലോ, ഞാൻ മറന്നുപോയി. സോറി സോറി സോറി. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ഓ നോ. ഹലോ റോബോ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ടോ? ഇത് ചീറ്റിംഗ് ആണ് ബോസ്. ഓ എടാ, നീ ഇട്ടിരിക്കുന്ന സൂട്ടില്ലേ, അതെന്താടാ നീ ഉപയോഗിക്കാത്തതാ? സോറി ബോസ്, ഞാനതങ്ങ് മറന്നുപോയി. ഇപ്പൊ ഉപയോഗിക്കാം. അങ്ങോട്ട് നോക്ക്, ബണ്ടി വന്നോണ്ടിരിക്കുക. അവനാകെ പേടിച്ച് വരണ്ടിരിക്കുക. അവനൊരിക്കലും അന്യായത്തോട് പോരാടില്ല. അത് നീ പറഞ്ഞത് ശരിയാണല്ലോ. വരൂ, നമുക്ക് അവനെ സഹായിക്കാം. അവൻ ഇനി ആരെയും കണ്ട് പേടിക്കാതെ ഫൈറ്റ് ചെയ്യാൻ പഠിക്കണം. ഞാൻ സൈലന്റ് ആയിട്ട് അവനെ ഹെൽപ്പ് ചെയ്ത അവന്റെ ധൈര്യം കൂടും. അവൻ ധൈര്യശാലിയാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവൻ എപ്പോഴും നന്മയ്ക്ക് കൂട്ടുകാരനാവും. അന്യായത്തിനെതിരെ പോരാടുകയും ചെയ്യും. ബണ്ടി, നീ എന്താ ഇത്ര പേടിച്ച് വരണ്ടിരിക്കുന്നേ? നന്മയുടെ കൂട്ടുകാരനാകുന്നതും തിന്മയ്ക്ക് എതിരായിട്ട് മാറുന്നതും ഭയങ്കര പ്രയാസമുള്ള കാര്യ. ഈ റോബോബോയുടെ സ്യൂട്ടും എനിക്ക് ഊരി മാറ്റാൻ പറ്റുന്നില്ല. അവൻ ഞാനാണ് റോബോബോയ് എന്ന് വിചാരിച്ചിട്ട് എന്നെ എടുത്തിട്ട് തട്ടിക്കൊളിച്ചോണ്ടിരിക്കുകയാണ്. വിഷമിക്കണ്ട ബണ്ടി, നീ തീർച്ചയായും ജയിക്കും. എനിക്ക് വിശ്വാസം ഉണ്ടെന്നേ. ചെല്ല്, അവനൊന്ന് അറ്റാക്ക് ചെയ്യ്. ഈ പ്രാവശ്യം നീ രക്ഷപ്പെടില്ല റോബോ ബോയ്. ഞാൻ അവനെ തട്ടിത്തെറിപ്പിച്ചു. ഞാൻ നിന്നോട് പറഞ്ഞതില്ലേ, ഇനി അവനെ കംപ്ലീറ്റ് ആയിട്ട് തോപ്പിക്ക്. ഞാൻ എങ്ങോട്ടും പോകാതെ വണ്ടിയുടെ പുറകെ തന്നെ ഉണ്ടാകണം. മാഗ്നറ്റിക് പുൾ ഓൺ. മാഗ്നറ്റിക് പുൾ ഓൺ. ഇപ്പോൾ വണ്ടിയുടെ റോബോബോയ് ഡ്രസ് എന്റെ ഡ്രസ്സിൽ ഒട്ടിയിരിക്കുകയാണ്. ആരിപ്പോ സംസാരിച്ചത്? മാഗ്നറ്റിക് പുൾ ഓൺ? ഇപ്പൊ നോക്കിക്കോ, ലൈറ്റ്നിങ് സൂട്ടിന്റെ പവർ നിങ്ങൾ കണ്ടു. ബോസ്, അവൻ എന്നെക്കാളും ഭയങ്കര പവർഫുൾ ആണ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ബോസ്. എനിക്ക് അറ്റാക്ക് ചെയ്യാനും പറ്റും, എനിക്ക് ജയിക്കാനും പറ്റും.